ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു പാസ്ത റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. വൈറ്റ് സോസ് പാസ്തയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. വൈറ്റ് സോസ് പാസ്തയ്ക്ക് വേണ്ടിയിട്ടുള്ള പാസ്ത ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കമാണ്. റെഡ് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, യെല്ലോ ക്യാപ്സിക്കം ഉണ്ട്, ഗ്രീൻ ക്യാപ്സിക്കം ഉണ്ട്, പിന്നെ കുറച്ച് വെളുത്തുള്ളി, പിന്നെ ചില്ലി ഫ്ലേക്സും കേട്ടോ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ ഇവിടെ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആദ്യം നമ്മൾ പാസ്തയാണ് വേവിച്ചെടുക്കുന്നത്. നെയ്യ് ഒഴിച്ച് കൊടുക്കുമ്പോൾ പാസ്ത ഒട്ടി പിടിക്കത്തില്ല കേട്ടോ. അപ്പം അത് വിട്ട് ഇങ്ങനെ വരും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി കേട്ടോ. 5 മിനിറ്റിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇത് നല്ല പോലെ വെന്ത് വരുമൊന്നും വേണ്ട കേട്ടോ. പെട്ടെന്ന് ഉടഞ്ഞു പോകുന്നതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് വേവിച്ചെടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം. ഇത് വേവാനെടുക്കുന്ന സമയം കൊണ്ടിട്ട് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഈ പാത്രം തൊട്ടടുത്ത അടുപ്പിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഇനി വെജിറ്റബിൾസ് ഒക്കെ വേവിച്ചെടുക്കാനായി ഞാൻ ഒരു പാൻ ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ബട്ടറാണ് കൂടുതൽ നല്ലത്. പിന്നെ ഞാനിവിടെ നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഗാർലിക് ഇട്ട് കൊടുക്കാം. ഇത് എണ്ണയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായി ഒന്ന് മൂപ്പായി വരുന്ന സമയത്ത് ഇതിലേക്ക് അരിഞ്ഞു വെച്ച ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുകയാണ്. 3 കളേഴ്സ് ക്യാപ്സിക്കവും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒരു ഹാഫ് വേവാകുമ്പോൾ ഇത് മാറ്റി വെക്കാം കേട്ടോ. അതുവരെ ഇതൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം കേട്ടോ. ഇത് ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ചില്ലി ഫ്ലേക്സിൻ്റെ ഇത് ഇട്ട് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ കൂടെ ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടെ ഇതിലിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെയും എരിവിനനുസരിച്ചായിരിക്കും കേട്ടോ ഇതിൽ പെപ്പർ പൗഡറും ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ആ സമയം കൊണ്ടിട്ട് നമുക്ക് നേരത്തെ വേവിക്കാൻ വെച്ച പാസ്ത എന്തായെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ പാസ്ത നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാനിതൊരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊന്നും നന്നായിട്ട് പോയി കിട്ടണം. അതിന് വേണ്ടിയാണ് ഇത് അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ വൈറ്റ് സോസ് തയ്യാറാക്കണം. അതിനായി ഞാനിവിടെ ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് മിൽക്ക് പൗഡർ ആയിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് കോൺഫ്ലവറും കൂടെ കൂട്ടിയിട്ടാണ് മിക്സ് ചെയ്യുന്നത് കേട്ടോ. ഒന്ന് കുറുക്കിയെടുക്കാൻ ഞാൻ അതിനായിട്ട് കുറച്ച് വെള്ളം ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു 3 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോക്കനട്ട് പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. ചൂടാക്കിയ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് കോൺഫ്ലവറും കൂടി മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ കോൺഫ്ലവർ ആണ് എടുത്തത്. ഇത് തേങ്ങാപ്പാലിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം അങ്ങനെ മിക്സ് ചെയ്തെടുത്തതാണ് കേട്ടോ ഇത്. ഈ
വൈറ്റ് സോസ് തയ്യാറാക്കാനായിട്ട് ഇത് അവിടെ ഒരു പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോക്കനട്ടിന്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഫ്ലവർ ഇട്ടത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് കുറുകി വരും. അതുകൊണ്ട് ഇത് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് പെപ്പർ പൗഡർ കൂടെ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. നേരത്തെ പെപ്പർ പൗഡറും ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ട് കൊടുത്തതാണ്. അതുകൊണ്ട് എരിവ് നോക്കിയിട്ട് വേണം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. കൂടെ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കാം. ഇത് കുറുകി വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസിന്റെ മിക്സ് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്നുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് വെജിറ്റബിളിന്റെ മിക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാസ്ത ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പം തന്നെ ഇത് നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം കേട്ടോ. അപ്പം ഞാൻ ഗ്യാസ് ഓഫ് ആക്കിയിട്ടുണ്ട്. പിസ്സ ഇപ്പം നല്ല കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇന്നത്തേത് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. വീഡിയോയെ പറ്റിയുള്ള ഫീഡ്ബാക്കുകൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഒരിക്കലെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തെങ്കിലും നോക്കണം കേട്ടോ. പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.